നമസ്കാരം. ഫ്രിഡ്ജിൽ സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ ഏറെക്കാലം കേടാവാതിരിക്കാനുള്ള ഒരു കിടിലൻ ഐഡിയയുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പച്ചക്കറികൾ, മത്സ്യം, മാംസം, പാചകം ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറെക്കാലം കേടാവാതെ ഇരിക്കും. മാത്രമല്ല, ഒരു ദിവസം കറണ്ട് പോയാലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച സാധനങ്ങൾ കേടായി പോകില്ല എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സാധനങ്ങൾ ഓരോന്നും വ്യത്യസ്ത രീതിയിൽ വേണം സൂക്ഷിക്കാൻ. മത്സ്യം വയ്ക്കുന്നത് പോലെയല്ല മാംസം വയ്ക്കേണ്ടത്, അതുപോലെയല്ല പച്ചക്കറി വെക്കേണ്ടത്. ഈ വ്യത്യസ്ത രീതികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ലീക്ക് വരാത്ത വിധത്തിൽ മൂടി വെക്കാവുന്ന പാത്രങ്ങൾ വേണം മത്സ്യവും മാംസവും പാചകം ചെയ്ത ഭക്ഷണങ്ങളും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന്. മത്സ്യമാണ് വയ്ക്കുന്നതെങ്കിൽ മത്സ്യം മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിക്കണം. കാരണം ഇത് മത്സ്യത്തിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഐസായി കിട്ടണം. ശേഷം നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. അതുപോലെ മാംസമാണ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടതെങ്കിൽ മാംസം കഴുകി വൃത്തിയാക്കി ഇതിലെ വെള്ളം വാർന്ന ശേഷം നല്ല ഒരു പ്ലാസ്റ്റിക് കവറിൽ നിറച്ച് ലീക്ക് വരാത്ത രീതിയിൽ എയർ കളഞ്ഞ് കെട്ടുക. കെട്ടാനായി റബ്ബർ ബാൻഡ് ഉപയോഗിക്കുന്നതാവും എളുപ്പം. ശേഷം ഇതൊരു ട്രേയിലിട്ട് ഇതിലേക്ക് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളമൊഴിച്ച് നന്നായി മൂടിയ ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. പച്ചക്കറിയും ഇതുപോലെ കഴുകി പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് വേണം ഫ്രിഡ്ജിൽ വയ്ക്കാൻ. പച്ചക്കറി ഓരോ ഇനവും വേറെ വേറെ വേണം പാക്ക് ചെയ്യാൻ. പച്ചക്കറികളും പഴങ്ങളും എപ്പോഴും നന്നായി കഴുകി കേടുവന്നതുണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത് വേണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. ഇത് ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ട്രേയിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വച്ച് ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കറി വെക്കാനായി മത്സ്യം ആവശ്യമുള്ളതിനാൽ മത്സ്യം പുറത്തേക്കെടുത്ത് നോക്കാം. പ്രതീക്ഷിച്ചതുപോലെ ഇത് ഐസ് ആയിട്ടുണ്ട്. ഇനി ഇത് കറി വെക്കാനായി ഇതിലെ ഐസ് മെൽറ്റ് ചെയ്യണം. അതിനായി ഇതൊരു പാത്രത്തിലെ വെള്ളത്തിൽ ഇറക്കി വയ്ക്കാം. ഇത് പാത്രത്തിൽ നിന്നും പുറത്തെടുക്കാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ എളുപ്പം മെൽട്ടാകും. യെസ്, വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ട്രേ ഒഴിവാക്കാം. ഐസ് പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഇതേപോലെ ഇത് ഫ്രിഡ്ജിൽ കിടക്കുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാലും വെടക്കുന്ന മീനായി തന്നെ കിടക്കും. പാചകം ചെയ്ത ഭക്ഷണങ്ങൾ ഫ്രീസറിൻ്റെ തൊട്ടു താഴെയുള്ള ട്രേയിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇതും ലീക്ക് വരാത്ത നല്ല രീതിയിൽ മൂടി വെക്കാവുന്ന പാത്രങ്ങളിൽ മാത്രം വയ്ക്കുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്